കൺവീനർ സ്ഥലത്തില്ല, കൺവീനർ സ്ഥലത്തുമില്ല, അദ്ദേഹം പുറത്തു പോയിരുന്നു. എന്തോ ഇതൊരു ചാർജ് കൈമാറലൊന്നുമല്ല, ഇതൊരു പൊളിറ്റിക്കൽ പ്രോസസ്സാണ്. മനസ്സിലായി? രണ്ടും രണ്ടാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിശ്ചയിച്ച പ്രകാരമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഹസനും വരുന്നത് അതുപോലെ തന്നെ. അതുകൊണ്ട് ഹസന്റെ ഒരു സാന്നിധ്യം ആവശ്യമില്ല എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. സാന്നിധ്യത്തിന് എനക്കൊരു പ്രയാസവും തടസ്സവുമില്ല. ഞാൻ എന്തുകൊണ്ട് ഹസനെ വിളിച്ച് ചോദിക്കുന്നു. അതൊക്കെ പാർട്ടിക്കകത്ത് അതൊക്കെ ചർച്ച ചെയ്യും. അത് മാധ്യമങ്ങളോട് ചർച്ച ചെയ്യേണ്ട വിഷയമൊന്നുമല്ല നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് നിങ്ങൾ കൊന്നിട്ട് പറഞ്ഞാൽ പോലും എന്റെ ഉത്തരം അതിന് കിട്ടൂല. ഇതൊക്കെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളാണ്. ഞങ്ങൾ ചർച്ച നടത്തി, ഞങ്ങൾ തീരുമാനമെടുത്താണ് ഞങ്ങൾ വരികയും പോവുകയും ചെയ്തത്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. 4 ദിവസം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും കെ സുധാകരന് KPCC പ്രസിഡന്റ് പദവി തിരികെ കിട്ടി. പദവി കൈമാറാതെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന MM ഹസൻ ഇന്ദിരാഭവനിലേക്ക് വന്നില്ല. അനുയായികളുമായി എത്തി വിജയശ്രീ ലാളിതനായി കെ സുധാകരൻ വീണ്ടും KPCC പ്രസിഡന്റിന്റെ കസേരയിലിരുന്നു. ഹസന്റെ അസാന്നിധ്യത്തിന് മറുപടിയും കൊടുത്തു. കണ്ണൂരിൽ മത്സരിക്കാൻ പോയപ്പോൾ ഭദ്രമായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ച KPCC പ്രസിഡന്റിന്റെ കസേര തിരികെ കിട്ടാൻ പൂഴിക്കടകൻ പയറ്റേണ്ടി വന്ന കെ സുധാകരനല്ലേ അവസാനം സ്കോർ ചെയ്തത്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ N. ശ്രീകുമാർ, NCP നേതാവും മുൻ കോൺഗ്രസ് നേതാവുമായിരുന്ന PM സുരേഷ് ബാബു, മാധ്യമപ്രവർത്തകൻ ശ്രീ ആനന്ദ് കൊച്ചുകുടി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ N. ശ്രീകുമാർ, ഇങ്ങനെ ഒരു കാര്യത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു? ഒരു താൽക്കാലിക ചുമതല, അത് തെരഞ്ഞെടുപ്പ് സമയത്ത് കെ സുധാകരന് പ്രചാരണത്തിൽ സജീവമാകുന്നതിന് വേണ്ടി ചെയ്ത ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിങ്ങനെ തിരികെ കിട്ടുന്നതിന് വേണ്ടി ഇത്രമാത്രം കോലാഹലം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഒരു ഭിന്നതയുടെ ഒരു പ്രതീതി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? എന്താണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ സംഭവിച്ചത് കഴിഞ്ഞ 4 ദിവസം പ്രത്യേകിച്ച്? കോൺഗ്രസിൽ സംഭവിച്ചത് ഒരു ശുഷ്കാന്തിയില്ലായ്മയുടെ ഫലമാണ്. കാരണം ഇതൊരു അനാവശ്യ ചർച്ചയ്ക്ക് വഴിവെച്ചു എന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. സാധാരണഗതിയിൽ ശ്രീ സുരേഷ് ബാബുവിനൊക്കെ കൂടുതൽ അറിയാം, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കയ്യിൽ ചുമതല ഉണ്ടായിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ആ ചുമതല താൽക്കാലികമായിട്ട് മറ്റൊരാൾക്ക് കൈമാറിയിട്ട് പിന്നീട് ആ സാഹചര്യം വരുമ്പോൾ തിരിച്ച് ആ ചുമതലയിലേക്ക് വരും. ഇത്തവണ അത് ഒരു ചർച്ചാ വിഷയമാക്കേണ്ട അവസ്ഥ വന്നത് എന്തുകൊണ്ടാണെന്നതിൻ്റെ ഉത്തരം കോൺഗ്രസിന്റെ KPCCയുടെ ഭാരവാഹികളാണ് പ്രതികരിക്കേണ്ടത്. ഇല്ല, അത് അത്തരത്തിലുള്ള പ്രതികരണം എന്തായാലും ഉണ്ടാവുകയില്ലല്ലോ. ഇത് സാധാരണയായിട്ടൊരു താൽക്കാലിക ചുമതല അത് തിരികെ നൽകി എന്ന് മാത്രം പറഞ്ഞ് വെറുതെ പറ്റിക്കുകയല്ലേ ഉള്ളൂ, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പുറത്ത് പറഞ്ഞുകൊണ്ട്. അങ്ങനെയല്ല എന്ന് എല്ലാവർക്കും അറിയാം. അല്ല, മഞ്ജുഷ് വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ശുഷ്കാന്തിക്കുറവെന്ന് പറയുമ്പോൾ ശുഷ്കാന്തിക്കുറവിന് എന്തെങ്കിലും പശ്ചാത്തലമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്നവർക്കും അതുപോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കുറിച്ച് കൗതുകപൂർവ്വം വീക്ഷിക്കുന്നവർക്കും മനസ്സിലാവും എന്താണ് അതിൻ്റെ പശ്ചാത്തലമെന്ന്. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാക്കിയത് എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ അത് മുതിർന്ന നേതാക്കൾക്കും അതിനോടൊരു അതൃപ്തി ഉണ്ടായിരുന്നു. ഇങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. എന്തായാലും ശ്രീ സുധാകരൻ ഇന്ന് അദ്ദേഹം വിജയശ്രീ ലാളിതനായി എന്നൊക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ടോ താല്പര്യം കൊണ്ടൊക്കെ ആയിരിക്കാം. അദ്ദേഹം അവിടെ ചെന്നു, ആ ചുമതല ഏറ്റെടുത്തു. അല്ല, അദ്ദേഹം കസേരയിൽ അമർന്നിരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അത് മനസ്സിലാകുമല്ലോ. ഇത് കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം അത് തിരിച്ചു പിടിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അതെന്റെ സന്തോഷമല്ല, അദ്ദേഹത്തിന്റെ സന്തോഷമാണ് ഞാൻ പറഞ്ഞത്. അല്ല, കസേരയിൽ അമർന്നിരുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ഭാഷ്യമല്ലേ. കസേരയിൽ ഇരിക്കാനല്ലേ പറ്റുള്ളൂ. അത് അദ്ദേഹം ഇരുന്നു. ആ നല്ല KPCC പ്രസിഡന്റിന്റെ കസേര എന്ന് പറയുന്ന ഒരു ആലങ്കാരിക കസേര അല്ലല്ലോ. അതിരിക്കുന്ന ആൾ ഉറച്ചു തന്നെ ഇരിക്കണം. ആടിയിരുന്നിട്ട് കാര്യമില്ല. കോൺഗ്രസ് ആണ് പ്രസ്ഥാനം, അതുകൊണ്ട് ഉറച്ചു തന്നെ ഇരിക്കണം. അതുകൊണ്ടാണ് സുധാകരൻ ഉറച്ചു തന്നെ ഇരുന്നത്. അത് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം വാർത്താലേഖകരുടെ ചോദ്യങ്ങൾക്കൊക്കെ നൽകിയ ഉത്തരം, ആ ഉത്തരത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇത് ഒരു ചർച്ചയാക്കി എന്നുള്ളത് സത്യത്തിൽ അത് നാണക്കേട് തന്നെയാണ്. ചർച്ചയാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ
കോൺഗ്രസിൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, കോൺഗ്രസിൽ ഇങ്ങനെയൊക്കെ അല്ലേ എന്ന്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയൊക്കെ അല്ലേ എന്നൊക്കെ പറയേണ്ട കാലമൊക്കെ മാറി. ഇത് തലമുറ മാറിപ്പോയി. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും അത്ര രസിക്കുന്ന കാര്യമല്ല. രാഷ്ട്രീയത്തിൽ അവർ വളരെ ഒരു രാഹുൽ ഗാന്ധി രാഷ്ട്രീയമാണ് അവർ ഇഷ്ടപ്പെടുന്നത്. വളരെ ആർജവത്തോടെ സംസാരിക്കുക, എതിരിടുക, അതുപോലെ തന്നെ ഭയമില്ലാതിരിക്കുക, അങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തിന്റെ കാലാവസ്ഥയാണ് ഇന്നത്തെ കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നത്. അപ്പൊ പഴയ കാലത്തെ പോലെ ഈ ചുമ്മാ സാധാരണ പോലെയുള്ള ഒരു വഴക്കും കാര്യങ്ങളൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ CPM-ലെ ഗോവിന്ദ മാഷക്കും ഒക്കെ പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ചാനലുകൾക്ക് ഒരു ചർച്ചയ്ക്ക് വിഷയം ഉണ്ടാക്കി കൊടുത്തു. ഇതൊരു ഒന്നാന്തരം രാഷ്ട്രീയ കളിയായിരുന്നു അല്ല, അതിൽ രാഷ്ട്രീയ കളിയാണ്. അതിൽ വിജയിച്ചേ സുധാകരന് മതിയാകുമായിരുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അതിനുള്ള ശ്രമം നടത്തി, ഒടുവിൽ വിജയിച്ചു. KPCC പ്രസിഡന്റ് കസേരയിൽ തിരികെ എത്തി. ശ്രീ PM സുരേഷ് ബാബു, താങ്കൾക്ക് കൂടുതൽ നേരിട്ട് അടുത്ത് നിന്ന് അറിയാവുന്നയാളാണല്ലോ എന്തൊക്കെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന്. അതിൻ്റെ ഒരു തനിയാവർത്തനമാണോ ഇപ്പോൾ താങ്കൾ ഇല്ലാത്ത കോൺഗ്രസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത്? സുധാകരനെ വെട്ടുന്നതിന് വേണ്ടിയുള്ള കരുതിക്കൂട്ടിയുള്ള നീക്കം നടന്നു, അതിനെ തടയിടാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. ഇതല്ലേ നടന്നത്? ശ്രീകുമാർ ഇവിടെ സൂചിപ്പിച്ച പല കാര്യങ്ങളോടും ചേർന്ന് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിൻ്റെ അകത്ത് സത്യത്തിൽ ഇത് എടുക്കേണ്ടിയിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആകും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ആകണം എന്ന് ശ്രീ സുധാകരന് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം താരതമ്യേന ആരും അംഗീകരിക്കാൻ ഇടയില്ലാത്ത ഒരാളുടെ പേര് ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. അത് സ്വാഭാവികമായും അത് അംഗീകരിക്കില്ല, താങ്കൾ തന്നെ മത്സരിക്കണം എന്ന് പറയാൻ സാധ്യതയുണ്ടാക്കി. അങ്ങനെ അദ്ദേഹം തന്നെ മത്സരിച്ചു. ആ മത്സരിക്കുന്ന സമയത്ത് PCC പ്രസിഡന്റ് സ്ഥാനം കൊണ്ടു നടക്കുക പ്രായോഗികമല്ല. അങ്ങനെ പ്രായോഗികമല്ലാത്ത സാഹചര്യത്തിൽ അത് കൈമാറുന്നത് സാങ്കേതികമായി മുതിർന്ന നേതാവും സീനിയർ വൈസ് പ്രസിഡന്റുമായ ശ്രീമാൻ MM ഹസന്റെ കയ്യിലേക്കാണ്. ആ ഹസന്റെ കയ്യിലേക്ക് അത് വന്നപ്പോൾ അതിന് ഒരു ചെറിയ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള വസ്തുത നമുക്കറിയാം. പക്ഷേ ഹസൻ പ്രതീക്ഷിച്ചത് നേരത്തെ ശ്രീമാൻ VM സുധീരൻ പ്രസിഡന്റായിരുന്നപ്പോൾ ആകസ്മികമായ അദ്ദേഹത്തിന്റെ രാജിയുണ്ടായി. ആ രാജിക്ക് ശേഷം പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുന്നതിന് 8-10 മാസക്കാലം 10-11 മാസക്കാലം ഹൈക്കമാൻഡിന് താമസമുണ്ടായി. അങ്ങനെ ആ കാലഘട്ടത്തിൽ ശ്രീ ഹസൻ പ്രസിഡന്റായി തുടർന്നു. അതേ ആവർത്തനം ഇതിവിടെ ഉണ്ടാകും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ച് കാണണം, അല്ലെ അദ്ദേഹം അതിനു വേണ്ടിയുള്ള കരുനീക്കങ്ങൾ നടത്തിയും കാണണം. സ്വാഭാവികമായും ബഹുമാനപ്പെട്ട ശ്രീ TO ബാവ സാഹിബ് കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായതിനു ശേഷം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു പ്രസിഡന്റിനെ നിർദ്ദേശിക്കുവാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ആ സ്ഥാനത്ത് ശ്രീമാൻ MM ഹസൻ വന്നപ്പോൾ അദ്ദേഹത്തിന് തുടർച്ചയായ ഒരു പദവി ലഭ്യമാകും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയുടെ ഫലമായി അദ്ദേഹം അതിനുള്ള കരുക്കളും നീക്കി. പക്ഷേ ശ്രീ K സുധാകരൻ, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞാൻ പറയുമ്പോൾ എന്നോട് പരിഭവമൊന്നും തോന്നരുത്, അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ച കണ്ണൂർ പാർലമെന്റ് സീറ്റിൽ ഒരു വിജയസാധ്യത അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരവസരത്തിൽ ഇത് കഴിയും വേഗം തിരിച്ചെടുത്തില്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം വെട്ടിമാറ്റപ്പെടുമെന്ന ഭയം കൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഇന്ന് ചാർജ് എടുത്ത സത്യമാണോ വസ്തുത എനിക്ക് കൃത്യമായി അറിയില്ല, ശ്രീമാൻ ഹസനും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും ഈ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്ന ഒരു വാർത്ത എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അത് ഒരു തരം അസ്വസ്ഥതയുടെ ഭാഗമാണ്. അത് കാണിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇപ്പോഴും ഈ ദുരവസ്ഥയുള്ള കാലഘട്ടത്തിൽ പോലും അവർക്കൊരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി വരുമ്പോൾ ഇത്തരം അപസ്വരങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലകത്തും ഉരുത്തിരിഞ്ഞു വരുന്നത് ആ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും എന്ന്
എന്നുപോലും ചിന്തിക്കുവാൻ പ്രതിപക്ഷ നേതാവിനോ ശ്രീ KPC പ്രസിഡന്റായി ഇപ്പോൾ ചുമതലയേറ്റിട്ടുള്ള സുധാകരനോ അതിനിടവേളയിൽ നിന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീമാൻ MM ഹസനോ തോന്നിയില്ല എന്നുള്ളത് കാലം രാജ്യവും ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോഴും പ്രാപ്തമായി രംഗത്ത് നിൽക്കുന്നില്ല എന്ന ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സന്ദേശമാണ് ജനങ്ങളുടെ മുമ്പിൽ ഇന്ന് ഇന്ദിരാഭവനിലെ നടപടിക്രമങ്ങളിലൂടെ നാടകങ്ങളിലൂടെ നമുക്ക് വീക്ഷിക്കാൻ കഴിയുന്നത്. ശരി, ശ്രീ PM സുരേഷ് ബാബു. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ശ്രീ PM സുരേഷ് ബാബു, ഇതിൽ താങ്കൾ പറഞ്ഞു അത് ശരിയാണോ എന്ന് താങ്കൾ വെരിഫൈ ചെയ്തിട്ടില്ല എന്ന്. ശരിയാണ്, VD സതീശനും ഇന്ന് ഇന്ദിരാഭവനിൽ ഇല്ലായിരുന്നു, MM ഹസനും ഇല്ലായിരുന്നു. അതിൽ MM ഹസൻ വരാത്തതിനെ നീരസത്തോടു കൂടി തന്നെയാണ് KPCC പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും. ഹസൻ വരേണ്ടതായിരുന്നു എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. സതീശിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് തിരക്കുള്ളയാളാണ്, അതുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞൊഴിയുകയായിരുന്നു. ഹസൻ അധികാര കൈമാറ്റം നടക്കുന്ന ഈ സമയത്ത് താൽക്കാലിക ചുമതലയാണെങ്കിലും ആ ചുമതല കൈമാറുവാനായിട്ട് അദ്ദേഹത്തിന് വൈമനസ്യം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഇന്നത്തെ ഈ അസാന്നിധ്യമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇപ്പോൾ ഈ PM സുരേഷ് ബാബു പറഞ്ഞതുപോലെ ഈ കണ്ണൂരിലൊരു തോൽവി ഉണ്ടാകുമെന്നുള്ള ഭയം സുധാകരനുണ്ട്. അതുകൊണ്ട് KPCC പ്രസിഡന്റ് പദവിയും ഇപ്പോൾ നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന ഒരു ബോധമാണോ ഇത്തരത്തിലൊരു ഫൈറ്റ് ചെയ്ത് തന്നെ ആ താൽക്കാലിക ചുമതല കൊടുത്ത ഹസനിൽ നിന്ന് തിരികെ വാങ്ങിക്കുവാൻ സുധാകരൻ തയ്യാറായി വന്നത്? അത് എനിക്ക് തോന്നുന്നു ശ്രീ സുരേഷ് ബാബു ഇപ്പോൾ LDF-ലായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ വടകര, കോഴിക്കോട് ഒക്കെ LDF-ന്റെ അവസ്ഥ വളരെ മോശമാണെന്ന് അദ്ദേഹം കോഴിക്കോട് ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാമായിരിക്കും. പ്രത്യേകിച്ച് ഈ വടകര മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ മഴ പെയ്യുന്നതിന് ശേഷം മരം പെയ്യുക എന്നൊക്കെ പറയുന്നത് പോലെ ഈ വർഗീയത ആളിക്കത്തിച്ചിട്ട് അത് LDF പറയുന്നത് ലീഗുകാരും ഷാഫിയൊക്കെയാണ് ആളിക്കത്തിച്ചതെന്ന് പറയുന്നു. പക്ഷേ അതിന് ഇതുവരെ തെളിവൊന്നും കിട്ടിയിട്ടില്ല. പിണറായി വിജയന്റെ പോലീസുകാർക്ക് അതിന് തെളിവൊന്നും കിട്ടിയിട്ടുമില്ല. എന്നാൽ ഇപ്പോഴും അത് തന്നെ പറഞ്ഞ് അവിടെ ഒരു മുസ്ലിം നാമധാരിയായ റഹീമിനെ കൊണ്ടുപോയി അവിടെ വളരെ മോശം കലുഷിതമായ ഒരു കാലാവസ്ഥയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ജൂൺ 4-ന് പാനൂര് ബോംബ് പൊട്ടിയതുകൊണ്ട് ഇനി ബോംബ് പൊട്ടില്ലായിരിക്കും. പക്ഷേ 2021 അവിടെ മൻസൂർ എന്ന് പറയുന്ന ലീഗിന്റെ ഒരു ചെറുപ്പക്കാരനെ CPM-കാർ ഇതുപോലെ ബോംബെറിഞ്ഞ് ക്രൂഡ് ബോംബുകൾ എറിഞ്ഞ് കൊന്നിട്ടുണ്ട്. അപ്പം അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്കാണോ അവിടെ പോകുന്നത് എന്ന് പോലും ശങ്കിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ കണ്ണൂർ തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ, തലശ്ശേരിക്കപ്പുറം കണ്ണൂർ. അപ്പോൾ കണ്ണൂരെ കാര്യം ഈ വടകരയിലും കോഴിക്കോടും ഇവിടെ സമസ്തയിലെ ചില നേതാക്കൾ, ഈ സുപ്രഭാതം പത്രത്തിന് നിയന്ത്രണമുള്ള മുസ്തഫ മുണ്ടുപാറ, സത്താർ പന്തല്ലൂര്, അതുപോലെ അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അവരുടെ നേതാവ് ഉമർ ഫൈസി മുക്കം, ഇവരെയൊക്കെ കൂട്ടി കുറച്ച് വോട്ട് മറിക്കാമെന്നൊക്കെ LDF-ന്റെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കരുതിയിരുന്നു. അതൊക്കെ കണ്ണൂരല്ല മലബാർ മുഴുവൻ നടത്തുമെന്നാണ്, പൊന്നാനി മുതൽ കാസർഗോഡ് വരെ നടത്തുമെന്നാണ് LDF-ന്റെ ചിലരൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം അവരൊക്കെ ഇപ്പോൾ അത്ര ഉറപ്പിലല്ല. എന്തായാലും കണ്ണൂര് MV ജയരാജൻ ജയിക്കുമെന്നൊക്കെ പറയാൻ അവർക്ക് അവകാശമുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലമല്ലേ, അത് എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മാത്രമല്ല UDF-ന് 18 19 സീറ്റുകൾ കിട്ടിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. അപ്പോൾ സംസ്ഥാന കോൺഗ്രസിൽ ഉണ്ടായി എന്നുള്ള ചിന്തയല്ലേ? ആവശ്യമില്ലാത്ത ഒരു തർക്കമുണ്ടായി. ഈ ഒരു തർക്കം 4 ദിവസത്തെ ആയുസാണ് ഈ തർക്കത്തിന് ഉണ്ടായതെങ്കിലും അത് നീണ്ടു നിൽക്കുകയാണല്ലോ. ഹസൻ പരിഭവത്തിലാണ്, VD സതീശന്റെ കാര്യവും വ്യക്തമല്ല. അപ്പോൾ ഇത് എന്തിനു സംഭവിച്ചു കോൺഗ്രസിൽ? ഇപ്പോൾ എന്തായിരുന്നു അതിന് പിന്നിലെ ലക്ഷ്യം? അല്ല, അത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഞാൻ ദൂരെ നിന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അതിൽ ഇപ്പോൾ ശ്രീ സുരേഷ് ബാബു പറഞ്ഞതുപോലെ അതിൻ്റെ അകത്ത് MM ഹസൻ്റെ ചില ദുരുദ്ദേശം, അദ്ദേഹം 2017 ഇതുപോലെ VM സുധീരൻ രാജിവെച്ച് പോയിട്ട് അന്ന് 2 വൈസ് പ്രസിഡന്റുമാരെയാണ് പരിഗണിച്ചത്. ഒന്ന് VD സതീശനെയാണ്. VD സതീശനെ സുധീരൻ്റെ കൂടെ തന്നെ ഒരേ ദിവസം ഉത്തരവ് ഇറക്കിയാണ് അന്ന്
KPCC അധ്യക്ഷനായിട്ട് VM സുധീരനെ 2014 ജാനുവരി 1 സുധീരനെയും സതീശനെയും വൈസ് പ്രസിഡന്റായിട്ട് സതീശനെയും നിയമിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയത്. അതിനുശേഷം 2017 തുടക്കത്തിൽ സുധീരൻ രാജിവെക്കുമ്പോൾ സതീശൻ കരുതിയത് സതീശന് താൽക്കാലിക ചുമതല കിട്ടുമെന്നാണ്. പക്ഷെ അന്ന് സീനിയർ വൈസ് പ്രസിഡന്റ് എന്ന പരിഗണന വെച്ച് അത് ഹസൻ ചോദിച്ചു വാങ്ങിക്കുകയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ശ്രീ സുരേഷ് ബാബു പറഞ്ഞതുപോലെ 10-11 മാസമല്ല, ഒരു വർഷത്തിൽ കൂടുതൽ ഇരുന്നു. ഒരു വർഷത്തെ അദ്ദേഹം നിയുക്തനായിട്ട് 1 വർഷം കഴിഞ്ഞ് നടന്ന പരിപാടിയിൽ അന്ന് AK ആന്റണി പറയുന്നുണ്ടായിരുന്നു, ഹസൻ പ്രസിഡന്റ് താൽക്കാലികമാണെങ്കിലും പ്രസിഡന്റ് തന്നെയാണ് എന്ന് പറയുന്നത് ഒരു കാര്യം ഓർമ്മ വരുന്നു. അപ്പോൾ ഹസൻ 1 വർഷത്തിൽ കൂടുതൽ അന്നേ ഇരുന്നിട്ടുണ്ട്. ഇത്തവണ അദ്ദേഹം ഈ ജൂൺ 4 വരെയെങ്കിലും ആ കസേരയിൽ ഇരിക്കാമെന്ന് അദ്ദേഹം കരുതി കാണും. പക്ഷേ ഇതിൻ്റെ അകത്തൊരു വിചിത്രമായ കാര്യം, അന്ന് ഹസൻ KPCCയുടെ വൈസ് പ്രസിഡന്റ് മാത്രമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കുറെ കാലമായിട്ട് UDF കൺവീനറാണ്. അദ്ദേഹം ഈ UDF കൺവീനർ എന്ന വലിയൊരു പദവിയിലിരുന്ന് അദ്ദേഹം എത്രമാത്രം നന്നായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം സ്വയം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഹസന്റെ മാത്രം ഒരു നീക്കമായിട്ട് എന്തായാലും കണക്കാക്കാൻ പറ്റില്ലല്ലോ. ഇത് ഹസന്റെ മാത്രം ഒരു നീക്കം അല്ലല്ലോ. ഹസൻ ആ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ മടിച്ചു എന്നുള്ളതല്ലല്ലോ ഇതിനകത്തെ യഥാർത്ഥ രാഷ്ട്രീയം, കോൺഗ്രസിനുള്ളിലെ രാഷ്ട്രീയം. സുധാകരനെ ഒതുക്കുക എന്നുള്ളത്, അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നുള്ള വ്യക്തമായ ലക്ഷ്യം അതിന് പിന്നിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അതിനൊരു പൂഴിക്കടകൻ തന്നെ സുധാകരൻ പ്രയോഗിച്ചു. അതെന്താണ് എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്താണ് സുധാകരൻ ഹൈക്കമാൻഡിന്റെ ചെവിയിൽ മന്ത്രിച്ചത്? താൻ എന്ത് ചെയ്യാൻ പോവുകയാണ് എന്ന കാര്യം ഉടൻ തന്നെ പദവി തിരിച്ചു കൊടുക്കുവാനുള്ള നിർദ്ദേശം വന്നു ഹൈക്കമാൻഡിൽ നിന്ന്. അല്ല, അത് ദേശാഭിമാനിക്കാരെ എഴുതുന്നത് പോലെ എന്താ ഇയാൾ BJPയിലേക്ക് പോകും എന്നൊക്കെ നമ്മൾ പറയുന്നത് മോശമല്ലേ? ഇപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണോ ഇപ്പോൾ സുധാകരൻ ആ പദവിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ? അത് എന്താണ്, അപ്പോൾ ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ AICCയുടെ കമ്മ്യൂണിക്കെ, അതിലുള്ള ഒരു കൺഫ്യൂഷനാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നത് വരെ MM ഹസനെ നിയോഗിച്ചുകൊണ്ടാണ് ആ ഉത്തരവ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ അത് എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാം. അത് വേണമെങ്കിൽ ഹസന് വേണമെങ്കിൽ അത് വ്യാഖ്യാനിക്കാം ജൂൺ 4 വരെ എന്ന്. സുധാകരനാണെങ്കിൽ അത് ഏപ്രിൽ 26 ശേഷം 27 ചാർജ് എടുക്കുന്ന രീതിയിൽ ആണ് എന്ന് അദ്ദേഹത്തിന് വ്യാഖ്യാനിക്കാം. മുതിർന്ന നേതാക്കളാണ്. ഒരു നിർദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ അറിയാത്ത പിള്ളേരല്ല ഹസനും സുധാകരനും ഒന്നും, ചുറ്റുമുള്ള അനുയായികളും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളും ഒന്നും. ഇതിപ്പോൾ മെയ് 4 ജൂൺ 4 എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം എന്ത് സംഭവിച്ചു? മെയ് 4 ചാർജ് എടുക്കുവാൻ ഉറച്ച തീരുമാനമായി വന്ന സുധാകരനെ ആരാണ് അത് വേണ്ട എന്ന് പറഞ്ഞ് തിരികെ അയച്ചത്? പിന്നെ അദ്ദേഹം വിജയശ്രീ ലാളിതനായി തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നു. അനുയായികൾ വന്ന ആ കൂട്ടമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പുതിയ KPCC പ്രസിഡന്റിനെ നിയമിക്കുന്ന രീതിയിൽ, അധികാരം ഏറ്റെടുക്കുന്ന രീതിയിലായിരുന്നു ഇന്ന് ഇന്ദിരാഭവനിൽ. അല്ല, അത് ഇതിന്റെ കാര്യം എന്താ പറയുക, ഇപ്പോൾ സുധാകരൻ ഈ സ്ഥാനത്ത് 3 വർഷമായിട്ട് ആ സ്ഥാനത്ത് ഇരിക്കുകയാണ്. അദ്ദേഹം വന്നപ്പോൾ വലിയ ആനയാണ് ചേനയാണ്, ഞാനിപ്പോൾ സെമി കേഡറാക്കും, അത് മാറ്റും ഇത് മാറ്റും എന്നൊക്കെ പറഞ്ഞു വന്നെങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹം ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനം അദ്ദേഹത്തിന് ഓർമ്മയിൽ, കണ്ണൂരെത്തുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് കണ്ണൂരെത്തുമ്പോൾ ആ കാര്യം അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞു മാറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയാറുണ്ട്. ഇപ്പോൾ എന്നിട്ട് അദ്ദേഹം KC വേണുഗോപാൽ പറയുമ്പോൾ ഒരു പാവയെ പോലെ അതിനനുസരിച്ച് കളിക്കുന്നു, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ മാറ്റം വരുത്തുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പലരും അദ്ദേഹത്തെ സ്വാധീനിക്കുന്നു. അതൊക്കെ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളല്ലേ ശ്രീ ആനന്ദ് കൊച്ചുകൂടി? അദ്ദേഹം ഈ കസേര തിരികെ മേടിച്ച രീതി തന്നെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒന്നും അറിയാത്തയാളൊന്നുമല്ല. അദ്ദേഹത്തിന് പഴയ വീര്യമില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വർദ്ധിത വീര്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഇന്ദിരാഭവനിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. അത് ആരൊക്കെയാണ് തന്നെ കുത്താൻ ശ്രമിച്ചത് എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. കൃത്യമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഹസനിട്ടൊന്ന് കൊടുക്കണമെന്നുള്ള ഉദ്ദേശമുണ്ടായിരുന്നു, അതേപോലെ തന്നെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. അല്ല, ഹസനെ കുറിച്ചൊക്കെ മനോരമയിലെ സനകനും ഏഷ്യാനെറ്റിലെ കമലേഷും ഒക്കെ കൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ല മൂഡിലായിരുന്നു എന്നാണ് ഞാൻ ആ പത്രസമ്മേളനം കണ്ടിട്ട് എനിക്ക് തോന്നിയത്. അദ്ദേഹം ചൂടായിട്ടില്ല, അദ്ദേഹം വളരെ സരസമായിട്ടാണ് പ്രതികരിച്ചത് എല്ലാ ചോദ്യങ്ങളോടും.
അവിടെ ഇടത് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം വളരെ സഹിഷ്ണുതയോടുകൂടിയാണ് ഉത്തരം കൊടുത്തത്. കസേര വലിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അതിനു പോലും അദ്ദേഹം അങ്ങനെ ഒരു ഉത്തരം കൊടുത്തില്ല. ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന രീതിയിൽ കെട്ടടങ്ങാനാണ് സാധ്യത. പക്ഷേ താങ്കളുടെ നിരീക്ഷണത്തിൽ കരുതി കൂട്ടിയുള്ള ഒരു മൂവ്മെന്റ് സുധാകരനെതിരെ നടന്നിട്ടുണ്ടോ ഇല്ലയോ? അത് ഹസനെ എ ഗ്രൂപ്പ് പിന്തുണച്ചു. ആ കാര്യത്തിൽ AICCയുടെ കമ്മ്യൂണിക്കെ ദുരുദ്ദേശത്തോടു കൂടി ആയിരുന്നോ ആ കമ്മ്യൂണിക്കെ എന്നുള്ളത് ഞാൻ വ്യക്തിപരമായി ഞാൻ അതിൽ കമന്റ് ചെയ്യുന്നില്ല. കാരണം ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് കൃത്യമായിട്ടൊരു വിവരം എനിക്ക് കിട്ടിയില്ല. ഞാനിന്ന് കോൺഗ്രസിന്റെ പല നേതാക്കളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അത് എങ്ങനെ വന്നു എന്നുള്ളതിന്റെ കൃത്യമായ ഉത്തരം ഞാൻ കണ്ടുപിടിക്കുന്നത് വരെ അത് ഞാൻ ഊഹിച്ചു പറയുന്നത് തെറ്റായിരിക്കും. ശരി, ശ്രീ N. ശ്രീകുമാർ, ഈ ഹൈക്കമാൻഡിന്റെ ആ നിർദ്ദേശത്തിൽ വന്ന ഒരു പാകപ്പിഴയാണോ ഈ ആശയക്കുഴപ്പത്തിന് കാരണമായത്, നേതാക്കൾ തമ്മിലുള്ള ഈ പരിഭവത്തിന് കാരണമായത്? മെയ് 4 എന്നതിന് പകരം ജൂൺ 4, അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഈ ഫലം വന്നതിന് ശേഷം താൽക്കാലിക ചുമതല ഒഴിയാം എന്നുള്ളതായിരുന്നോ യഥാർത്ഥത്തിൽ? അതോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, വോട്ടെടുപ്പ് കഴിയുമ്പോൾ തന്നെ സുധാകരൻ സന്നദ്ധനായി വരികയായിരുന്നുവല്ലോ? മെയ് 4 അവലോകന യോഗം നടക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം ചുമതല തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ ഈ ജൂൺ 4 കൊണ്ടുവന്നത് ആരാണ് അതിനിടയിലേക്ക്? മഞ്ജുഷ, ഇതിൽ ജൂൺ 4 കൊണ്ടുവന്നിട്ടില്ല. വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം ശ്രീ സുധാകരൻ ആ സ്ഥാനം തിരിച്ചു കിട്ടണം. അതാണ് അത്രേ ഉള്ളതിന്റെ കാര്യം. അതിപ്പോ നമ്മളത് എത്ര വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നാലും ആ യാഥാർത്ഥ്യം നമുക്ക് മാറ്റാൻ പറ്റില്ല. ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ AICC എടുക്കുന്ന ഒരു സാധാരണ തീരുമാനമെടുത്തു. അത് തിരിച്ച് അദ്ദേഹം KPCC വരുമ്പോൾ ആ സ്ഥാനം ഏറ്റെടുക്കുന്നു. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിൽ നമുക്കിപ്പോൾ എങ്ങനെ വേണേൽ വ്യാഖ്യാനിക്കാം. ഇപ്പൊ ശ്രീ സുരേഷ് ബാബു പറഞ്ഞു MM ഹസൻ അങ്ങനെ ഒരു തീരുമാനം. അദ്ദേഹത്തിന് കോൺഗ്രസ് രാഷ്ട്രീയം നന്നായി അറിയുന്ന ആളാണ് ശ്രീ സുരേഷ് ബാബു. അദ്ദേഹം നേതാവുമായിരുന്നു. അദ്ദേഹത്തിന് അറിയാം കോൺഗ്രസിൽ എന്തൊക്കെയാ സംഭവിക്കാന്നുള്ളത്. ഒരാൾ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ ഒന്നും നടത്താൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, പഴയ പോലെ ഗ്രൂപ്പ് ഇപ്പൊ കോൺഗ്രസിലില്ല. AU-ഇല്ല, IU-ഇല്ല, ആരുമില്ല. എല്ലാവരും അവനവനിസത്തിലേക്ക് പോയി. A ഗ്രൂപ്പുകാരൻ I ഗ്രൂപ്പുകാരനായിട്ടും I ഗ്രൂപ്പ് തിരിച്ചും അതുപോലെ KC ഗ്രൂപ്പോ നിങ്ങൾ എത്ര ഗ്രൂപ്പ് പറഞ്ഞാലും ആ ഗ്രൂപ്പിലൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനം ഇന്ന് കോൺഗ്രസിലില്ല എന്ന് തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. പിന്നെ ഇവിടെ ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ ചർച്ചയായി വന്നപ്പോൾ സാധാരണ നമ്മൾ പറയുമല്ലോ കോൺഗ്രസിൽ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. കാരണം എല്ലാ നേതാക്കൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അരിശവും കാര്യങ്ങളൊക്കെ കാണും. രാഷ്ട്രീയ കക്ഷിയിൽ അങ്ങനെയാണ്. ഇപ്പൊ സുരേഷ് ബാബു ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ പറയാം, NCPയിലത്തെ അവസ്ഥ എന്താ മഞ്ജുഷേ? NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് PC ചാക്ക വന്ന ശേഷം ആ പാർട്ടിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു നമ്മുടെ നാട്ടില്? അത് PC ചാക്കയുടെ കുഴപ്പം കൊണ്ടാണോ? അല്ലെ ശ്രീ സുരേഷ് ബാബുവിന്റെ വല്ലതും കുഴപ്പം കൊണ്ടാണോ? അത് എന്താന്ന് വെച്ചാൽ അവിടെ ആ സംഘടനയിലെ ഒരു നേതൃനിര എവിടെയൊക്കെ കൂടുതലുണ്ട് അവിടെയൊക്കെ വരും. അത് കോൺഗ്രസ് മറ്റേ NCPയിലെ കോൺഗ്രസ് എസിലെ ഇല്ലാത്തുള്ളൂ കടന്നപ്പള്ളി രാമേന്ദ്രന്റെ. ശരിയാണ്, എല്ലാ പാർട്ടിയിലും ഉള്ളതാണ്. കോൺഗ്രസിൽ പ്രത്യേകിച്ച് കൂടുതലുമാണ്. എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഗ്രൂപ്പുകൾ എന്നുള്ളത് അവനവനിസത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള നിരീക്ഷണവും താങ്കൾ നടത്തുകയുണ്ടായി. പക്ഷേ ഇവിടെ ഈ തർക്കം തീർന്നുവെങ്കിൽ, ഇപ്പോൾ ശരിയാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, അങ്ങനെ ഒക്കെ സംഭവിച്ചു, തർക്കം തീർന്നു, സുധാകരന് പദവി തിരിച്ചു കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണമായിരുന്നു. പിന്നീട് ഹസൻ തലസ്ഥാനത്തുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ അദ്ദേഹം വന്നില്ല എന്ന് പറയുമ്പോൾ ആ പരിഭവമാണ് അവിടെ നിഴലിച്ചത്. അതായത് മറ്റേ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് പറയാം ഹസൻ വരാമായിരുന്നു എന്ന് പറയാം. പക്ഷെ ഹസൻ വരേണ്ട ആവശ്യമില്ല. കാരണം KPCC പ്രസിഡന്റായിട്ട് ഹസനോ അല്ലെങ്കിൽ സുധാകരനോ ഒപ്പിട്ട് ചാർജ് എടുത്തൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഘോഷവും ആവശ്യമില്ലായിരുന്നു. ഇത്തരത്തിലുള്ള സ്വീകരണം, അനുയായികൾ ചേർന്ന് കസേരയിൽ ഇരുത്തൽ, അതിന്റെ ആവശ്യവുമില്ലായിരുന്നു. താൽക്കാലിക ചുമതലയല്ലേ അത്? അദ്ദേഹം ഇന്ന് KPCC പ്രസിഡന്റിന്റെ മുറിയിലേക്ക് K. സുധാകരൻ വരുന്നു, അവിടെ കാര്യങ്ങൾ ചെയ്യുന്നു, അത് മതിയായിരുന്നല്ലോ. അതല്ല സംഭവിച്ചത്. അവിടെ ഒരു സ്ഥാനാരോഹണത്തിന്റെ ദൃശ്യമാണ് കണ്ടത്. അല്ല, ഒരു കോൺഗ്രസിലെ ഒരു പ്രമുഖ നേതാവിന്റെ കൂട്ടത്തിൽ അനുയായികൾ ഉണ്ടാവും. ആ അനുയായികൾ ഏത് ചടങ്ങും ആഘോഷമാക്കും. ഇപ്പൊ ഏത് കാര്യത്തിലായാലും കോൺഗ്രസിന്റെ എല്ലാ നേതാക്കൾക്കും സ്വന്തം അനുയായികളുണ്ട് കോൺഗ്രസിൽ. അതായത് പ്രമുഖ നേതാക്കൾക്ക് ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ ആള് നേതാവല്ലെന്നാണ്. അപ്പൊ എല്ലാവർക്കും അനുയായികളുണ്ടാവും. ആ അനുയായികള് അവരുടെ ആഹ്ലാദത്തോടെ പ്രകടിപ്പിക്കും. അത് മനസ്സുകൊണ്ട് നേതാക്കൾ അംഗീകരിക്കുകയും ചെയ്യും. അതൊന്നും ഒരു തെറ്റുള്ള കാര്യമല്ല. അതൊക്കെ നല്ല കാര്യമാണ് കോൺഗ്രസിൽ. ഞാനതാ പറയുന്നത്. കാരണം സുധാകരൻ വരുമ്പോൾ ആഘോഷമായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എത്ര ചർച്ച ചെയ്താലും
കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലെ ഏത് നേതാവായാലും ആ സ്ഥാനം ഇന്ന് എല്ലാവർക്കും ഉണ്ട്. എം ഹസനും ഉണ്ട്, സുധാകരനും ഉണ്ട്, സതീശനും ഉണ്ട്, ചെന്നിത്തലയ്ക്കും ഉണ്ട്. ബഹുമാന്യതനായ AK ആന്റണി ഇപ്പൊ രാഷ്ട്രീയത്തിൽ നിന്നും അല്പം വിശ്രമ ജീവിതത്തിലേക്ക് മാറിയതുകൊണ്ട് അദ്ദേഹം ഇതിലേക്കൊന്നും ഇടപെടുന്നില്ല. ബാക്കി എല്ലാവർക്കും അനുയായികൾ ഉണ്ടോ? അവരവരോടൊപ്പം അല്ല, അദ്ദേഹത്തിന്റെ AK ആന്റണിയുടെ ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായോ ഇല്ലയോ, അക്കാര്യത്തിൽ താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? എന്ന് വെച്ചാൽ സുധാകരന് അനുകൂലമായിട്ട്, സുധാകരനോട് ചെയ്തത് മോശമായി പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തിന് പദവി തിരിച്ച് കൊടുക്കണം എന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ട AK ആന്റണി, അതുണ്ടായോ ഇല്ലയോ, ഉണ്ടായി കാണുമോ ഇല്ലയോ? സുധാകരൻ സ്ഥാനം ഏറ്റെടുക്കാൻ വരുന്നതിന് തൊട്ട് മുൻപ് AK ആന്റണിയെ പോയി കണ്ടതിന് ശേഷമാണ് വന്നത്. AK ആന്റണി സ്ഥാനം തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം എന്റെ അറിവിൽ ശ്രീ AK ആന്റണി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല. അദ്ദേഹത്തെ ഇന്ന് ശ്രീ സുധാകരൻ കാണാൻ പോയിട്ട് അവർ സംസാരിക്കുന്ന രാഷ്ട്രീയമായിരിക്കുമല്ലോ. അപ്പൊ ആ രാഷ്ട്രീയത്തിൽ സുധാകരൻ ഇങ്ങനെയുള്ള അവസരമൊക്കെ ഇങ്ങനത്തെ സാഹചര്യം പറഞ്ഞു കൊടുത്തു കാണും. ആന്റണിയുടെ സ്വഭാവം അറിയുന്ന സ്ഥിതിക്ക് അദ്ദേഹം പറഞ്ഞു കാണും, നിങ്ങളൊക്കെ ഒന്നിച്ചു പോകുന്നതാണ് നല്ലത്. കാരണം ഇത്രയും നല്ലൊരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇങ്ങനെ കോൺഗ്രസ് പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്ന രീതിയിലേക്കൊന്നും പോകരുത്, നിങ്ങളെല്ലാവരും യോജിച്ചു പോകൂ, പക്വതയോടെ പെരുമാറും എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു വിട്ട് കാണും. അല്ലാണ്ട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചിരിക്കെ പറയാൻ പറ്റും, ഈ വക തർക്കത്തിലൊന്നും AK ആന്റണി ഇടപെടാറില്ല. അതിപ്പം മാത്രമല്ല, കുറെ വർഷങ്ങളായിട്ട് അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിന്റെ തർക്കത്തിൽ ഇടപെടാറില്ല, ഭാഗമാകാറുമില്ല. അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്ന ഗ്രൂപ്പ് ഇപ്പോഴും ആ പേരിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും ആ ഗ്രൂപ്പിൽ തന്നെ ഉപഗ്രൂപ്പുകളുണ്ട്. അതിലുള്ള നേതാക്കൾ തന്നെ പരസ്പരം മാറിയിട്ടുണ്ട്. അങ്ങനെ A ഗ്രൂപ്പ് എന്ന ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷൻ ആയിരുന്നു A ഗ്രൂപ്പ്. ശ്രീ സുരേഷ് ബാബു ഒക്കെ അതിലുണ്ടായിരുന്ന ആളാണ്. ഒരു അത്രയും ഒരു കേഡർ ഗ്രൂപ്പായിരുന്നു. ഉമ്മൻചാണ്ടി സ്വിച്ചിട്ടാൽ അത് കാസർഗോഡ് വരെ എത്തും, തിരുവനന്തപുരത്ത് നിന്നിട്ട്. അതൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവനവനിസം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു വിജയം കോൺഗ്രസിന് ഉണ്ടാവുകയാണെങ്കിൽ മഞ്ജുഷ ഓർത്ത് വെച്ചോളൂ, ഇതൊക്കെ അവിടെ ഇല്ലാതാവും, അലിഞ്ഞു പോകും. പിന്നെ നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ നമ്മളെ ഭാവിയെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പലതും ചർച്ച ചെയ്യും, ജയിച്ചാലോ തോറ്റാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞ പോലെ 20ൽ 19 കിട്ടും എന്നുള്ള സാധ്യത നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചർച്ചയ്ക്ക് വേണ്ടി, വാദത്തിന് വേണ്ടി നിങ്ങൾ വിചാരിച്ചോളൂ, കോൺഗ്രസിന് വലിയ പരാജയം സംഭവിച്ചു വയ്ക്കുക, വലിയ പ്രശ്നം തന്നെ ഉണ്ടാവും, സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ള ഒരു വിവരം കണക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വക പ്രശ്നമൊന്നും കൊണ്ട് കോൺഗ്രസിൽ ആ ഉണ്ടാക്കിയെടുത്ത ഐക്യവും തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയെടുത്ത വീര്യം, തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയെടുത്ത ശുഭാപ്തി വിശ്വാസം അത് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കരുതെന്ന് ഒരു ഉപദേശം വേണമെങ്കിൽ AK ആന്റണി കൊടുത്തിരിക്കാം. അല്ലാതെ അദ്ദേഹം ഹൈക്കമാൻഡിനോടും പറഞ്ഞിട്ടുണ്ടാവില്ല, സുധാകരനോടും വ്യക്തിപരമായ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞെന്നല്ലാണ്ട് സംഘടനാപരമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു പൊതു ഉപദേശം മാത്രമേ ആന്റണി സുരേഷ് ബാബു ഇന്ന് ഇടപെടാറില്ല. ശ്രീ സുധാകരൻ ഇന്ദിരാഭവനിലേക്ക് വന്ന രീതി വെച്ച് നോക്കുമ്പോൾ മുൻപും ഇങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ളതാണല്ലോ. ഗ്രൂപ്പ് കളിയിൽ ജേതാക്കളായി വരുന്നവർക്ക് നൽകുന്ന സ്വീകരണം, അനുയായികൾ ഒപ്പം കൂടൽ, ഇതൊക്കെ ഇതിനെ അനുസ്മരിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ ഇന്ദിരാഭവനിൽ സംഭവിച്ചത്. അതല്ലാതെ ഇതിനു മുൻപൊക്കെ ഇങ്ങനെയുള്ള താൽക്കാലിക ചുമതലകൾ പലർക്കും നൽകിയിട്ടുള്ളതാണ്, അത് തിരികെ കിട്ടുന്നതും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ദൃശ്യമായിരുന്നോ? അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഇന്നുണ്ടായിരുന്നോ? താങ്കളുടെ നിരീക്ഷണം. അതിനകത്ത് ഈ ശ്രീ സുധാകരനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ സംഗതികളിലും വ്യത്യസ്തതയുണ്ടാകും. അത് കുറെ കാലമായി അദ്ദേഹം കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രവർത്തന സംവിധാനമാണ്. എനിക്ക് ഒന്ന് രണ്ട് കാര്യം, ഞാൻ ആരെയും എന്തെങ്കിലും തരത്തിലുള്ള മറ്റൊരു ഉദ്ദേശത്തോടു കൂടി സംസാരിക്കുന്നതല്ല. സാധാരണഗതിയിൽ പാർലമെന്റ് സമ്മേളനത്തിൽ ഡൽഹിയിൽ പോയി തിരിച്ച് കൊച്ചി വിമാനത്താവളത്തിൽ അദ്ദേഹം ഇറങ്ങുന്ന ഒരു പ്രത്യേകവുമില്ല. അദ്ദേഹം കൊച്ചിയിൽ ഇറങ്ങി ആലുവ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് രാത്രിയത്തെ ട്രെയിനിന് കണ്ണൂരേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും കൊച്ചി എയർപോർട്ടിൽ വരുമ്പോൾ 10-20 കുഞ്ഞുങ്ങൾ വന്നിട്ട് സുധാകരനെ സിന്ദാബാദ് വിളിക്കുകയും മാലയിടുകയും ഒക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന ഒരു സംവിധാനമുണ്ട്, ഒരു രീതിയുണ്ട്. അത് അദ്ദേഹം ഒരു 10-15-20 കൊല്ലമായി കൾട്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. കേരളം മൊത്തത്തിൽ പൊതുയോഗം പ്രശ്നത്തിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ എവിടെയെങ്കിലും കണ്ണൂർ ജില്ലയിൽ നിന്നും വ്യത്യസ്ത പുറത്തു പോകുമ്പോൾ അദ്ദേഹം അതുപോലെയുള്ള ഒരു ടീം അദ്ദേഹത്തിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ, ഒരു ആർട്ടിഫിഷ്യൽ പ്രൊജക്ഷൻ നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശൈലിയാണ്. ആ രീതിയിലാണ് അദ്ദേഹം ഇന്ന്
ഇന്ദിരാഭവനിലേക്ക് പോയിട്ടുണ്ടാവുക. അത് പിന്നെ അതിനെ ടോളറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. അത് സുധാകരനാണ് എന്നുള്ള നിലയ്ക്കുള്ള ഒരു കൺസിഡറേഷൻ കൊടുത്ത് അതിനെ അങ്ങോട്ട് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ഒരു വസ്തുത ഞാൻ പഴയ കാലങ്ങളൊന്ന് ഓർത്ത് പറയുകയാണ്. ശ്രീ അനന്ത് കൊച്ചുകൂടി പറഞ്ഞല്ലോ, ഈ VM സുധീരനെ KPC പ്രസിഡന്റായി നിശ്ചയിച്ച് അദ്ദേഹം ചുമതല ഏൽക്കുന്ന ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീമാൻ ഉമ്മൻചാണ്ടി ആ ചടങ്ങിൽ പങ്കെടുത്തില്ല. ആ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തില്ല. അത് കടുത്ത പ്രതിഷേധത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. അന്ന് KPC പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കൂടി ഡൽഹിയിൽ പോയി ശ്രീമാൻ G കാർത്തികേയന്റെ പേര് അവിടെ നിർദ്ദേശിച്ചു. പിന്നീട് അത് കൾമിനേറ്റ് ചെയ്ത് വന്നിട്ട് അത് VD സതീശനിലേക്ക് എത്തപ്പെട്ടു എന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതും തകിടം മറിഞ്ഞ് ശ്രീ സുധീരനിലേക്ക് അത് വന്നപ്പോൾ കടുത്ത പ്രതിഷേധം സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ശ്രീ ഉമ്മൻചാണ്ടി ആ സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിലേക്ക് വരാതിരുന്നത്. ആ പശ്ചാത്തലം കോൺഗ്രസിൽ ഉള്ളതുകൊണ്ട് എനിക്ക് കൃത്യമായി പറയാൻ കഴിയും, ഇന്ന് ശ്രീ VD സതീശനും ഇന്ന് ശ്രീമാൻ ഹസ്സനും ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് പരിപൂർണമായും കടുത്ത പ്രതിഷേധത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതാണ് ഞാൻ ഭയപ്പെടുന്നൊരു വിഷയം. എന്താന്ന് പറഞ്ഞാൽ, ഈ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ബ്ലോക്ക് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ബ്ലോക്ക് ജയിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു നേതൃത്വ പദവികൾ വന്നു നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഞാനിന്നുള്ള NCP അല്ല, പക്ഷേ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കയ്യിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇങ്ങനെ തല്ലിപ്പിരിയരുത് എന്നൊരാഗ്രഹം കൊണ്ടാണ് ഇത് പറയുന്നത്. ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എപ്പോഴും സംഭവിക്കുന്ന ഒന്നാണല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് സംഭവിക്കാനാണ്? അല്ല, അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉള്ളതാണല്ലോ. ഗ്രൂപ്പുകളായി നിൽക്കുമ്പോൾ വിജയം കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അത് പൊതുവെ പറയുന്ന ഒരു കാര്യം കൂടിയാണ്. ഗ്രൂപ്പുകൾ തമ്മിലടിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയം കൂടുതൽ തിളക്കമുള്ളതായി മാറും, അധികാരത്തിൽ തിരിച്ചെത്താൻ സഹായകരമാകാറുണ്ട് എന്നൊക്കെ. അപ്പോൾ അതിനെ ഇപ്പോഴത്തെ സാഹചര്യവുമായി കമ്പയർ ചെയ്ത് കൂടെ? മഞ്ജുഷേ, അത് ഇല്ല ഒരിക്കലും പറ്റൂല മഞ്ജുഷേ. അത് അന്ന് എന്താണെന്നറിയോ? അന്ന് രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസിലെ രണ്ട് ഗ്രൂപ്പുകളാണ്. ഇന്ന് അതല്ലാത്തൊരു പ്രസ്ഥാനം വളർന്നു വന്നിട്ടുണ്ട് കേരളത്തിലും ഇന്ത്യയിലും. ഇന്ത്യയിൽ അത് അതീശക്തത്തോടുകൂടി നിലനിൽക്കുന്നു. കേരളത്തിൽ അത് 15-16% ഈ അവരുടെ രാഷ്ട്രീയ പിന്തുണ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. അത് മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല. അവിടെയാ പ്രശ്നം. അതാണ് ബുദ്ധിമുട്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന പഴയ ഒരു പ്രൊഫറ്റ് ഉണ്ടല്ലോ, അതൊന്നും വിലപ്പോകാത്തതാണ്. അത് ഗ്രൂപ്പായി മത്സരിച്ചു നിന്നാൽ പാർട്ടിക്ക് ശക്തി കൂടും. ശരിയാണ്. അത് മാത്രമല്ല വിട്ടുപോകുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഏത് സമയത്തും വിട്ടുപോകുവാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ ഹൈക്കമാൻഡിന്റെ ചെവിയിൽ സുധാകരൻ നടത്തിയ ആ ഒരു സമ്മർദ്ദ തന്ത്രമുണ്ടല്ലോ, അതും താങ്കൾ സംശയിക്കുന്നത് അത് തന്നെയാണോ? കരുണാകരന്റെ അക്കാര്യത്തിലൊക്കെ എനിക്ക് സംശയങ്ങൾ ബലമായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുമ്പോൾ ശ്രീകുമാർ പറയും ഇപ്പോൾ അത് അയാളെ NCP-കാരനായതുകൊണ്ട് പറയാന്നുള്ളത്. കാരണം കരുണാകരന്റെ പത്മജയ്ക്ക്, AK ആന്റണിയുടെ അനിലിന് ഒക്കെ പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ പോയിക്കോളും, നിങ്ങളോട് ആരുടെയും സമ്മതമൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരാളാണ് ഇദ്ദേഹം. ആ ഒരു ഡെമോക്രസിന്റെ വാള് ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ തലയ്ക്ക് മേലെ തൂങ്ങി നിൽക്കുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് അതൊന്ന് അവോയ്ഡ് ചെയ്യണം. അത്തരമൊരു തീവ്ര സ്വഭാവത്തിലേക്ക് ശ്രീമാൻ ഹസ്സനോ സതീശനോ പോവുകയില്ല എന്ന ഹൈക്കമാൻഡിന്റെ വിശ്വാസവും ഇത്തരം ആളുകളെ പ്രീണിപ്പിച്ചു നിർത്തുക എന്ന സമീപനവും രണ്ടും കൂടി കൺഗ്ലോമറേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഈ ഉടനെ തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു പദവി ഉണ്ടായിരിക്കുന്നത്, ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു വഴങ്ങൽ ഹൈക്കമാൻഡിന്റെ കാര്യത്തിൽ, ഹൈക്കമാൻഡിന്റെ നിലപാടിൽ ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ സുധാകരന് എന്ത് കാരണവശാലും ആ പദവി തിരിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. അതിലൊരു തർക്കമില്ല. കാരണം മറ്റൊരു തരത്തിൽ അദ്ദേഹം രാജിവെച്ചതല്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 2 പദവിയും നോക്കിക്കൊള്ളാമെന്ന് പറയും, 2 സംഗതിയും ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞതാണ്. അതല്ല, തൽക്കാലം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യൂ,
ഇലക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ, തൽക്കാലം ചുമതല മറ്റാർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാൽ തിരികെ കൊടുക്കേണ്ടതും തിരികെ അദ്ദേഹത്തിന് കിട്ടേണ്ടതും ഒരു രാഷ്ട്രീയമായ സംശുദ്ധിയുടെ ഭാഗമാണ്. അതിന് അദ്ദേഹം സമ്മർദ്ദം ചെലുത്തിയതിൽ തെറ്റില്ല. പക്ഷെ സമ്മർദ്ദം ചെലുത്താൻ ഉപയോഗിച്ച വഴികളും ഉപയോഗിച്ച രീതികളും സംശയാസ്പദമാണ് എന്നുള്ളതാണ്. അത്രയ്ക്ക് സ്പീഡായി അത്രയ്ക്ക് വേഗതയോടുകൂടി ഈ തിരികെ കൊടുക്കലിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതിനൊരു നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. നിസ്സാരവൽക്കരിക്കുന്നത് ഒരു ശരിയുമല്ല. ശരി ശരി സുരേഷ് ബാബു, ശ്രീ ആനന്ദ് കുറച്ചുകൂടി വേറൊന്നും കൊണ്ട് പറയല്ല. PM സുരേഷ് ബാബു മറ്റൊരു പാർട്ടിയിലാണെങ്കിൽ കൂടി അദ്ദേഹം കോൺഗ്രസിലെ നേതാക്കളെ കാടടച്ച് വിമർശിക്കുന്നില്ല. അദ്ദേഹം പക്ഷേ അതിന്റെ വസ്തുതകൾ പറയുകയാണ്. എന്താണ് സുധാകരൻ ഇക്കാര്യത്തിൽ പയറ്റിയിരിക്കുന്ന ആ തന്ത്രം, പദവി തിരികെ കിട്ടാൻ എന്നുള്ള കാര്യം. അതിപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പ്രസക്തവുമാണല്ലോ. മറ്റൊരു കാര്യം, VM സുധീരൻ KPCC പ്രസിഡന്റായി വന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ആ ഒരു പരിഭവം അതിന് സമാനമാണോ ഇപ്പോൾ VD സതീശൻ്റേത്? 2014 VM സുധീരൻ ചാർജ് എടുക്കുമ്പോൾ ഉമ്മൻചാണ്ടി വന്നില്ല. രമേശ് ചെന്നിത്തലയെ അന്ന് VM സുധീരൻ പേരെടുത്ത് വിമർശിച്ചില്ല. പക്ഷേ ഉമ്മൻചാണ്ടി അന്ന് പേരെടുത്ത് തന്നെ വിമർശിച്ചു, വരേണ്ടതായിരുന്നു എന്ന് അന്ന് VM സുധീരൻ പറഞ്ഞിരുന്നു. അന്ന് ഇവര് ഡൽഹിക്ക് പോയിട്ട് ജി കാർത്തികേയൻ്റെ പേരാണ് പറഞ്ഞത്. പക്ഷേ കാലം എന്തായാലും VM സുധീരൻ്റെ അന്നത്തെ ചോയ്സ്, അന്ന് ഈ രാഹുൽ ഗാന്ധിയും ഈ പ്രൊഫസർ മോഹൻ ഗോപാലിനെ പോലെയുള്ള ആൾക്കാരും ഒക്കെ കൂടിയാണ് ഈ VM സുധീരനെ തീരുമാനിക്കുന്നതിൽ വലിയ പങ്കെടുത്തത്. കോൺഗ്രസിലെ ബുദ്ധിജീവികൾ, ദില്ലിയിലുള്ള ചില മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ കൂടി. അത് തെറ്റായിരുന്നു എന്ന് കാലം തെളിയിച്ചു. കാരണം VM സുധീരൻ ആ 2014 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടിയുമായിട്ട് നിരന്തരം പോരടിക്കുകയായിരുന്നു. അത് രണ്ടുപേരെയും കുറ്റപ്പെടുത്താം. VM സുധീരൻ്റെ വാശികളെയും അദ്ദേഹത്തിൻ്റെ ഇമേജ് കാക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നതിനെയും അതിനെ വിമർശിക്കാം. ഉമ്മൻചാണ്ടിയെ വിമർശിക്കാം. VM സുധീരൻ നിലവാരം കുറഞ്ഞ ബാറുകൾ പൂട്ടാൻ പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി കാടടച്ച് എല്ലാ ബാറുകളും പൂട്ടി സ്വയം കുഴിച്ച കുഴിയിൽ അദ്ദേഹത്തിൻ്റെ സർക്കാർ പോയി. കാരണം ഈ ബാർ കോഴ ഉണ്ടായത് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഈ എന്താ പറയുന്നത്, ഒരു മൂലതന്തു എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ VM സുധീരനെ അന്ന് പ്രസിഡന്റ് ആക്കിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊന്നും ഉണ്ടാകില്ലായിരുന്നു. അന്ന് ജി കാർത്തികേയൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ പറഞ്ഞിരുന്നു, ഞാനൊരു രാഷ്ട്രീയ ജീവിയാണ്, CPM എന്നെ ഒരു രാഷ്ട്രീയ ജീവി അല്ലാതാക്കി എന്ന രീതിയിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ജി കാർത്തികേയനും അന്ന് 2014 തൊട്ട് മുമ്പ് സമാനമായിട്ട് എന്തോ ഒരു പ്രസ്താവനയാണ് അന്ന് ഇറക്കിയത്. എനിക്ക് സ്പീക്കർ എന്ന പദവിയിൽ എനിക്ക് തുടരാൻ താല്പര്യമില്ല, മുഴുവൻ സമയ രാഷ്ട്രീയക്കാരൻ, ഞാൻ പണ്ട് തൊട്ടേ KPCC അധ്യക്ഷൻ എന്നുള്ളത് എൻ്റെ ഒരു വലിയ ചിരകാല അഭിലാഷമായിരുന്നു. ശരിയാണ്, അദ്ദേഹം നല്ലൊരു സംഘാടകനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തെ ആക്കിയിരുന്നെങ്കിൽ, അദ്ദേഹം 2016 മുമ്പ് അന്തരിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അദ്ദേഹത്തെ അന്ന് ആക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രിയാകാൻ ഒരു സാധ്യതയുമില്ലായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി വീണ്ടും അദ്ദേഹത്തിന് ഭരണം കിട്ടിയേനെ. അപ്പോൾ അതൊരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ സുധാകരൻ BJPയിലേക്ക് പോകും എന്ന് പറഞ്ഞുവെന്ന് ദേശാഭിമാനി പറയുന്ന കാര്യം, അത് അങ്ങനെയൊന്നും എന്താ പറയുന്നത്, ഈ സുധാകരനുമായി ശരിക്കും ചർച്ച നടത്തിയത് BJP ആയിട്ടല്ല, തൃണമൂൽ കോൺഗ്രസുമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ശ്രീ സുരേഷ് ബാബു ഒക്കെ NCPയിലേക്ക് പോയി. ഇവിടെ ഒരു കാലത്ത് മമതാ ബാനർജിയുടെ ആൾക്കാരായിട്ട് പവൻ ഖേരയൊക്കെ പോലെയുള്ള ആൾക്കാർ ഇവിടെ കേരളത്തിൽ വന്ന് കുറെ കോൺഗ്രസ്സുകാരുമായിട്ട് ചർച്ചയൊക്കെ നടത്തിയിരുന്നു. അവർക്ക് സുധാകരനൊന്നും കിട്ടിയില്ല. അവസാനം എനിക്ക് തോന്നുന്നു ജോസ് കുറ്റ്യാനിയോ മറ്റോ കിട്ടിയെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടെ തൃണമൂൽ കോൺഗ്രസ് ഇവിടെ CPMനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന സുധാകരനെ സമീപിക്കുകയും ഇവിടെ കോൺഗ്രസ് മൊത്തം എന്താണ് തീർന്നു, ഇനിയിപ്പോൾ തൃണമൂൽ കോൺഗ്രസ്, പഴയ കോൺഗ്രസിനെ റീപ്ലേസ് ചെയ്യാൻ തൃണമൂൽ കോൺഗ്രസ് എന്നൊക്കെ അവരെന്തൊക്കെയോ പറഞ്ഞ് സുധാകരനെ വശംവദനാക്കി എന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്ന കഥ. അങ്ങനെയുള്ള കഥകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുതികാൽ വെട്ടിനെ എന്തായാലും സുധാകരൻ അതിജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പദവിയിൽ എത്ര നാൾ എന്നുള്ള ചോദ്യമാണല്ലോ ഇപ്പോൾ ഉയരുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുവാൻ സുധാകരന് സാധിക്കുമോ, അതിനുള്ള അവസരം കിട്ടുമോ എന്നുള്ള ചോദ്യം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. തൽക്കാലം ഈ ഒരു പാരവെപ്പിനെ അതിജീവിച്ചു എങ്കിൽ പോലും
അല്ല, അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് അതിനുള്ള ശാരീരിക ക്ഷമതയോ അല്ലെങ്കിൽ ശാരീരിക ക്ഷമത മാത്രം പോരല്ലോ, മാനസിക ക്ഷമതയും വേണമല്ലോ. അത് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിനെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത അവസ്ഥയാണ്. കാരണം 3 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ റിസൾട്ട് എന്താണ് ഉണ്ടാക്കാൻ പറ്റിയത്? അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നല്ല പ്രായത്തിൽ എന്നെ ആക്കേണ്ടിയിരുന്നു. മുല്ലപ്പള്ളി ആക്കിയ സമയത്ത് അദ്ദേഹത്തെ ആക്കിയിരുന്നെങ്കിൽ നമുക്കറിയില്ല, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2021 റിസൾട്ട് മറിച്ചൊന്നാകുമായിരുന്നോ എന്ന് നമുക്ക് സംശയിക്കാം. കാരണം അന്ന് അദ്ദേഹത്തിന് അതിനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം ആ ഒരു സ്ഥിതി അല്ല. അദ്ദേഹം എലക്ട് ചെയ്യപ്പെട്ട പ്രസിഡന്റ് ആകാനുള്ള ശ്രമം നടത്തി. അപ്പോൾ ഇവരെല്ലാവരും കൂടി അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു. അന്ന് അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിന്നിരുന്നെങ്കിൽ, അദ്ദേഹം എലക്ട് ചെയ്യപ്പെട്ട, അതായത് മത്സരിച്ച് ജയിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയേനെ. പക്ഷെ അപ്പോഴും അദ്ദേഹം ഈ വെട്ടൊന്ന് മുറി രണ്ട് എന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നത്, ഈ അച്ചടക്കത്തിന്റെ പേരിൽ തോന്നുന്നവരെല്ലാം പുറത്താക്കുന്നത്, അതെല്ലാം വേണുഗോപാലിന്റെ ഒക്കെ സമ്മതത്തോടെ അറിവോടെയൊക്കെ കൂടിയാണെങ്കിൽ പോലും അതെല്ലാം പാർട്ടിക്ക്, ഇപ്പോൾ ശ്രീ സുരേഷ് ബാബു പറയുന്നത് ഇവർ തമ്മിലടിക്കുന്നത്, അതിനേക്കാൾ എത്രയോ ക്ഷീണമാണ് ഞാൻ കരുതുന്നത്. ശ്രീ സുരേഷ് ബാബു ഒക്കെ പോയത്, ചാക്കോ പോയത്, എത്ര നേതാക്കൾ പോയി, ഒരു ഡസൻ കണക്കിന് നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് പോയിട്ടുണ്ട്. KP അനിൽകുമാർ, ലതിക സുഭാഷ് തുടങ്ങിയ എത്രയോ നേതാക്കൾ. ഒരു നേതാവ് പോകുമ്പോൾ ഒരു 1000 പേര് അതിന്റെ കൂടെ അനുയായികൾ, 1000 പേരൊന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ കുടുംബ ബന്ധുക്കള് തുടങ്ങി എത്ര പേരാണ്. ശരിയാണ്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇവിടെ പറഞ്ഞു റിസൾട്ട് എന്താണ് സുധാകരൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന്. അപ്പോൾ ആ സുധാകരനെ ഇനി അധിക നാൾ എന്തിന് പദവിയിൽ ഇരുത്തണം എന്നുള്ള തോന്നൽ കൂടി ഉണ്ടാകുമോ? അങ്ങനെ വന്നിട്ടുള്ളതാകാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അതായത് ശ്രീ സുധാകരൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷം കേരളത്തിലെ CPM സുധാകരനെതിരെ നടത്തിയ യുദ്ധം ആലോചിക്കുക. എന്തിനാണ് സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കിയത് എന്ന് ചോദിച്ച് മുഖപ്രസംഗം എഴുതിയത് CPM-ന്റെ മുഖപത്രമാണ്. KPCC പ്രസിഡന്റ് ആയിട്ട് ആരെ തീരുമാനിക്കണമെന്ന് CPM ആണോ നിശ്ചയിക്കുക? MV പാർക്കട്ടെ ആയപ്പോൾ ഇതേ മുഖപത്രം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് മുഖപ്രസംഗം എഴുതിയില്ല എന്ന് ഞാൻ ഇവിടെ ഓർക്കുകയാണ്. അപ്പോൾ സുധാകരൻ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ പാർട്ടി CPM-ൽ നിന്ന് പടയൊക്കെയുണ്ടായി. അതിന്റെ അർത്ഥം എന്താണ്? സുധാകരൻ കോൺഗ്രസിനെ നയിച്ചാൽ അത് CPM-ന് ബുദ്ധിമുട്ടാകും. അത് ശരിയായിരുന്നു. കാരണം അദ്ദേഹം നയിച്ചതോടുകൂടി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ വിജയം, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ വിജയം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുപാട് വിജയം, മാത്രമല്ല ഒരുപാട് സമര രംഗങ്ങളിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മുന്നേറ്റം. ഇതൊക്കെ നിസ്സാര കാര്യമാണോ? പിന്നെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തെ മാറ്റണമെന്ന ഏതെങ്കിലും ഒരു ബ്ലോക്ക് പ്രസിഡന്റ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പന്തംകൊളുത്തി പ്രകടനം ഉണ്ടായോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? സുധാകരനെ കേരളത്തിലെ കോൺഗ്രസ് അംഗീകരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം KPCC പ്രസിഡന്റ് ആകുമ്പോൾ എല്ലാവർക്കും എതിർപ്പുണ്ടാവും. കാരണം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകൾക്ക്, മാർക്സിസ്റ്റുകൾക്ക്. അവനിപ്പോഴും സുധാകരൻ BJP പോകുന്നൊരു പരാമർശം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യത്തിൽ സംഭവിച്ച എന്താണെന്നുള്ള അന്നത്തെ ക്ലിപ്പിംഗ് എടുത്ത് നോക്കുക. സുധാകരൻ പറഞ്ഞു, ഒരു പത്രലേഖകൻ ചോദിച്ചു, നിങ്ങൾ BJP-യിൽ പോകുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ സുധാകരൻ പറഞ്ഞു, എനിക്ക് BJP പോകണമെങ്കിൽ നിങ്ങൾക്ക് അനുമതി വേണമെന്ന് ചോദിച്ചു. അതെന്താക്കി? വേണ്ടി വന്നാൽ BJP-യിൽ പോകും സുധാകരൻ എന്നാക്കി മാറ്റി. അങ്ങനെ അതൊക്കെ മാറ്റിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ കോൺഗ്രസ് അത് വിശ്വസിക്കുന്നില്ല. സുധാകരനെ ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടുമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ KPCC പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിന് തിരിച്ച് അദ്ദേഹം വരുമ്പോൾ കൊടുക്കേണ്ടതായിരുന്നു എന്ന പൊതു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അത് പാർട്ടിയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ചർച്ചയാക്കി, സമൂഹം ചർച്ചയാക്കി. ആക്കിക്കോട്ടെ, വിരോധമില്ല. സമൂഹമല്ല ചർച്ചയാക്കിയത്, പാർട്ടിയാണ് ചർച്ചയാക്കിയത്. ശ്രീകുമാർ, അതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുതേ. പാർട്ടി തന്നെയാണ് ചർച്ചയാക്കിയത്. അതിന് അവസരം ഉണ്ടാക്കി കൊടുത്തതും പാർട്ടി തന്നെയാണ്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല ആദ്യമേ തന്നെ. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് പാർട്ടിയാണെങ്കിൽ നാളെ എന്തായാലും അത് പാർട്ടി മനസ്സിലാക്കും. ഇങ്ങനെ വെറുതെ കിടക്കുന്ന വേലിയിൽ വെറുതെ കിടക്കുന്ന പാമ്പിനെ എടുത്ത് മടിയിൽ വെക്കാന്ന് കിട്ടിയിട്ടില്ല. അതുപോലെ വെറുതെ ഇങ്ങനത്തെ അവസരം ഉണ്ടാക്കി ഭരണപക്ഷത്തിന് കൊടുക്കരുത്. കാരണം ഭരണപക്ഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്യേണ്ട അവസരമാണ്. ഒരുപാട് വിഷയങ്ങൾ CPM-ലെ മുഖ്യമന്ത്രിയുടെ പര്യടനം അടക്കം ഒന്നും ചർച്ചയാകുന്നില്ല. പകരം സുധാകരന്റെ വിഷയമാണ് മാധ്യമങ്ങൾക്ക് ഇപ്പോഴും മധുരമായിട്ടുള്ള ചർച്ചാ വിഷയം. ആയിക്കോട്ടെ, പക്ഷെ അത് കുഴപ്പമില്ല. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുധാകരനെതിരായിട്ടുള്ള ഇങ്ങനെയുള്ള ചർച്ചകൾ നടന്നാലും ശരി, സുധാകരനെ കുറിച്ച് അവരുടെ മനസ്സിലൊരു സ്ഥാനമുണ്ട്. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ശരി, ശ്രീകുമാർ. സുഭാഷ് ബാബു, സുരേഷ് ബാബു, ഇതിനകത്ത് CPM അന്ന് സുധാകരൻ KPCC പ്രസിഡന്റായി വരുന്ന സമയത്ത് തന്നെ ചോദ്യം ഉന്നയിച്ചതാണ്, എന്തിന് KPCC പ്രസിഡന്റായിട്ട് സുധാകരൻ വരുന്നു എന്നുള്ളത്. അപ്പോൾ CPM-ന് പൊതുവെ ഭയമുള്ള ഒരാളാണ് സുധാകരൻ.
അതിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയ വിജയങ്ങളുമുണ്ട്. ഇപ്പോൾ പുതുപ്പള്ളിയുടെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു, തൃക്കാക്കരയുടെ കാര്യം പറഞ്ഞു. ഇതൊക്കെ ഉണ്ടാക്കിയ ആളാണ് സുധാകരൻ. അപ്പോൾ സുധാകരനെ എന്നും എതിരാളികൾ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു തെറ്റായ നറേറ്റീവ് വരുന്നു, അദ്ദേഹം ഏത് സമയത്തും BJP-യിൽ പോകാൻ തയ്യാറായിരിക്കുന്നയാളാണെന്ന്. അതല്ലേ ഇപ്പോഴും ആവർത്തിക്കുന്നത് എതിർചേരിയിലുള്ളവർ? ഇത് വളരെ വളരെ വിചിത്രമായ ചില പരാമർശങ്ങളാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മഞ്ജുഷ് വളരെ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കണമല്ലോ. ആനന്ദ് കൊച്ചുകുടി അടക്കമുള്ള ആളുകൾ ചാനലിൽ ചർച്ചയിലുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ്. 2021 ആണ് രണ്ടാമത്തെ ശ്രീ പിണറായി ഗവൺമെന്റിന്റെ ആരോപണം ഉണ്ടാകുന്നത്. അന്ന് പിണറായി ആദ്യത്തെ അസംബ്ലിയിലേക്ക് കടന്നു പോകുന്നത് 99 ആളെയും കൊണ്ടാണ്. ഇപ്പോഴും ശ്രീ പിണറായി 99 ആളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് അസംബ്ലിയിലേക്ക് നിൽക്കുന്നത്, അസംബ്ലിയിൽ ഇരിക്കുന്നത്. പിന്നെ എന്ത് പുതുപ്പള്ളിയും എന്ത് തൃക്കാക്കരയായി പറയുന്നത്? തൃക്കാക്കര ജയിപ്പിച്ചു, പുതുപ്പള്ളി ജയിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് നേരത്തെ LDF ജയിച്ച സീറ്റിൽ ഇവരുടെ നേതൃത്വത്തിൽ മത്സരിച്ച് UDF ആ സീറ്റ് പിടിച്ചെടുത്താൽ നമുക്കത് മനസ്സിലാക്കാം. UDF-ന്റെ കൈകളിലുള്ള സാധനം ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നാൽ പോലും ജയിപ്പിക്കാൻ കഴിയാത്ത ഒരു കോൺഗ്രസിന്റെ അടിയുറച്ച സീറ്റാണ് തൃക്കാക്കര. ആ തൃക്കാക്കരയുടെ ഫോർമേഷന്റെ കാലഘട്ടത്തിൽ ഞാൻ KPCC-യിലുള്ളതാ. അന്ന് ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള പഞ്ചായത്തുകളെ എടുത്തുവെച്ച് പഴയ തൃപ്പൂണിത്തറയിൽ നിന്നും ഇപ്പോഴത്തെ നേരത്തെയുള്ള സ്ഥലങ്ങളിൽ നിന്നും എടുത്ത് ബെന്നി ബെഹനാന് വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സീറ്റായിരുന്നു തൃക്കാക്കര. ആ തൃക്കാക്കര PT തോമസ് മത്സരിച്ചു. എന്റെ പ്രിയ സ്നേഹിതനാണ്. അദ്ദേഹത്തിന്റെ അകാല നിര്യാണത്തിൽ രണ്ടാമത് അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരിച്ചപ്പോൾ അത് ജയിച്ചു. അത് ഏത് തരത്തിലുള്ള ഒരു ആംബിയൻസ് ആണ് ഈ പറയുന്ന UDF ലീഡർഷിപ്പിന് കൊടുക്കുന്നത്? ഉമ്മൻചാണ്ടി 1970 മുതൽ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്ന LDF-ന് ഒരു കാലഘട്ടത്തിലും അങ്ങോട്ട് കടക്കാൻ കഴിയാതിരുന്ന പുതുപ്പള്ളി സീറ്റിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ജയിച്ചു. ഉമ്മൻചാണ്ടി ജയിച്ചെടുത്തെന്ന് അദ്ദേഹത്തിന്റെ ചരമശേഷം അദ്ദേഹത്തിന്റെ മകൻ ജയിച്ചു. അതാര് ജയിപ്പിച്ചു എന്ന് പറയുന്നതിനാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. 10-15 വർഷമാകുമ്പോ ആൺകുട്ടികൾക്ക് മീശ വരുന്നതും താടി വരുന്നതും ഒക്കെ അത് അച്ഛനും അമ്മയും പോറ്റിയത് കൊണ്ടാണ് എന്ന് പറയുന്നത് പോലെ അപഹാസ്യമായ ഒരു പരാമർശമാണ് തൃക്കാക്കര പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുകളിലെ വിജയത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നത്. അത് പറയരുത്. എന്നാൽ വേറെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ സമ്മതിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. പല പഞ്ചായത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും LDF-ന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ UDF-ന് കിട്ടിയിട്ടുണ്ട്. UDF കൂടുതലായിട്ട് സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ആ പാർട്ടിയുടെ പ്രാദേശികമായ ഘടകത്തിന്റെ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ അന്ന് LDF-ന്റെ ആ പ്രദേശത്തെ പ്രവർത്തനത്തിന്റെ ദൂഷ്യം കൊണ്ടോ സംഭവിച്ചിട്ടുള്ളതാണ്. അത് അംഗീകരിക്കാം. തൃക്കാക്കരയും പുതുപ്പള്ളിയും കാണിച്ച LDF-ന് പരാജയപ്പെട്ടു പോയി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന ഒരാൾക്ക് പറയാൻ കഴിയുന്ന ഒരു വിഷയമല്ല. പിന്നെ ഇനി എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള വിഷയം എന്താണ്? ഇത് ഏത് തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയാലും ഞാൻ ആ പാർട്ടി ക്ഷീണിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടി ക്ഷീണിക്കുന്നതിനെ കുറിച്ച് എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ്. ആ ഒരു വസ്തുത വെച്ചുകൊണ്ട് അതിനകത്ത് ശണ്ട കൂടുന്നത് ഒഴിവാക്കണം. ജനമധ്യത്തിൽ ഇവർ തമ്മിൽ കലഹിക്കുന്നത് ഒരു ഗുണകരമായ ഒരു വിഷയമല്ല. വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനെ ഞാൻ തന്നെ നയിക്കുമെന്ന് ശ്രീ സുധാകരൻ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, സബ്ജക്ട് കറക്ഷൻ. പക്ഷേ അതിനേക്കാൾ മുമ്പ് പ്രാദേശികമായി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് 2025 ഡിസംബറിന് മുമ്പായിട്ട് വരികയാണ്. അതിലേക്ക് സജ്ജമാക്കുന്നതിന് വേണ്ടി പറഞ്ഞു എന്നാൽ എനിക്കത് മനസ്സിലാക്കാമായിരുന്നു. പാവപ്പെട്ട UDF-ന്റെ പ്രവർത്തകന്മാർക്ക് ഒരു അംഗീകാരം കിട്ടുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അദ്ദേഹം ഓർക്കുന്നില്ല.
അദ്ദേഹം വീണ്ടും അസംബ്ലിയെ കുറിച്ച് മാത്രമേ ഓർക്കുന്നുള്ളൂ. ശരിയാണ്. അദ്ദേഹം അസംബ്ലിയുടെ കാര്യം പറഞ്ഞിരുന്നു. അതായത് താൻ 2 വർഷം താൻ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി താങ്കളിലേക്ക് വരുന്നതിന് മുൻപ് ഒരു ദുഃഖവാർത്തയുണ്ട്. അത് അവിടെയാണ് പറഞ്ഞത്. ശരി, ഞാൻ ഒരു ദുഃഖവാർത്ത വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ അമേരിക്കയിൽ വെച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബിലീവേഴ്സ് ഈസ്റ്റ് ചർച്ചിൻ്റെ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്ത, ബിഷപ്പ് KP യോഹന്നാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം അന്തരിച്ചു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം കിട്ടുന്നതുമാണ്. ശരി, ഞാൻ ചർച്ചയിലേക്ക് മടങ്ങിയെത്തുകയാണ്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇതിപ്പോൾ ഈ 2026 ഇപ്പോഴേ ലക്ഷ്യമിടുന്ന സുധാകരൻ, അതിന് പിന്നിൽ എന്താണ്? അദ്ദേഹം ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ കാര്യമല്ല പറയുന്നത്, 26 വരെ ഞാനുണ്ടാകും KPCC പ്രസിഡന്റ് പദവിയിൽ എന്ന കാര്യമാണ്. അല്ല മഞ്ജുഷ്, അങ്ങനെ ഇന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നല്ലേ പറഞ്ഞത്. ഞാൻ 2026 അത് തന്നെ. അല്ല ഇന്ന് അദ്ദേഹം പറഞ്ഞത് അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ്. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ പറഞ്ഞത് AK ആന്റണി ഒന്നും ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നാണ്. പക്ഷെ ഞാൻ കരുതുന്നത് AK ആന്റണി ഇടപെട്ടിട്ടുണ്ടെന്നാണ്. അത് AK ആന്റണി ആയിട്ട് സുധാകരൻ നേരിട്ട് സംസാരിച്ചു, അത് ചെറിയാൻ ഫിലിപ്പ് വഴി സംസാരിച്ചു, എനിക്കറിയില്ല. എന്തായാലും AK ആന്റണി ഇതിന്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ടാകും. അതാണ് ഇന്നലെ പെട്ടെന്ന് ഈ ട്വിസ്റ്റ് ഉണ്ടാകാൻ കാരണമായിട്ട് താങ്കൾ പറയുന്നത്. അല്ല, അത് പെട്ടെന്നൊരു ട്വിസ്റ്റ് ഇക്കാര്യത്തിൽ ഉണ്ടായത് ഇന്നലെയാണല്ലോ ഉണ്ടായത്. അത് കൂടുതൽ സമ്മർദ്ദം സുധാകരൻ ഹൈക്കമാൻഡിന് മേൽ നടത്തി കടുത്ത നടപടികളിലേക്ക് ഞാൻ പോകും എന്നുള്ള സന്ദേശം അദ്ദേഹം നൽകി. അതിനാൽ ഹൈക്കമാൻഡ് ഉടൻ തന്നെ KPCC പ്രസിഡന്റ് പദവി തിരികെ കൊടുക്കുക എന്നുള്ള നിർദ്ദേശം നൽകി. ഇത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ ഇങ്ങനെ AK ആന്റണിയുടെ ഒരു ഇടപെടൽ ഉണ്ടായി, അത് ശരിയല്ല, അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത്, ജൂൺ 4 വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, തിരികെ നൽകേണ്ടതാണ് ഇപ്പോൾ എന്നുള്ള ഒരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചതോടുകൂടി ഹൈക്കമാൻഡ് ശരി അത് സമ്മതിക്കുകയായിരുന്നു എന്നാണോ? ഇത് രണ്ടും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹം ഈ കടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പത്രപ്രസ്താവന ഇറക്കും, അല്ലെങ്കിൽ ഒരു പ്രസ്താവന കടുത്ത എന്തെങ്കിലും പ്രസ്താവന പറയും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലാതെ ഈ നേരെ പോയി BJP-യിലേക്ക് ചേരുക എന്നുള്ള തരത്തിൽ അത് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്, പ്രത്യേകിച്ചും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പട്ടിയായിട്ടുള്ള ബ്രൂണോ പോലും പോകില്ല എന്ന്. അപ്പോൾ അത് CPM-കാരുടെ ഒരു ഭാഷ്യമാണ്. അതെന്തായാലും ഞാൻ അങ്ങനെ പറയുന്നില്ല. പിന്നെ AK ആന്റണി ഇതിൻ്റെ അത് ഇടപെട്ടിട്ടുണ്ടാകും. കാരണം അദ്ദേഹം ഇപ്പോഴും വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. എല്ലാ ദിവസവും വർക്കിംഗ് ദിവസങ്ങളിൽ പെസഹ വ്യാഴാഴ്ച പോലും അദ്ദേഹം KPCC ഓഫീസിൽ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണി തൊട്ട് 7:30 8 മണി വരെ അവിടെ ഉണ്ടാകാറുണ്ട്. അദ്ദേഹം ഇപ്പോഴും പാർട്ടിയിൽ സജീവമാണ്. ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ KC വേണുഗോപാലിൻ്റെ അപ്രമാദിത്വം ഉണ്ടല്ലോ, അതായത് KC തീരുമാനിക്കും, ഇവിടെ എല്ലാവരും അനുസരിക്കും എന്നുള്ള ഘട്ടത്തിലെത്തിയപ്പോൾ ഈ ആന്റണി അവിടെ ഉള്ളതുകൊണ്ട് KC-യുടെ ഒരു തീരുമാനത്തെ ഇപ്പോൾ മറികടക്കാൻ ആന്റണിയെ തന്നെ സമീപിക്കണം. അപ്പോൾ അതുകൊണ്ട് ആന്റണിയെ സമീപിച്ചിട്ടുണ്ടാകും സുധാകരൻ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതാണ് അതിൻ്റെ ലോജിക്കലായിട്ടുള്ള ഒരു എന്താ പറയുന്നത് അതിൻ്റെ അകത്തെ ഒരു കാര്യം. എന്തായാലും ഈ ഇദ്ദേഹത്തെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള കരുനീക്കങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാകും, അത് തുടർ തർക്കങ്ങൾക്ക് വഴിവെക്കും എന്നുള്ള ഒരു നിരീക്ഷണം താങ്കൾക്കുണ്ടോ? അതോ ഇത് ഇവിടെ കൊണ്ട് കെട്ടടങ്ങും എന്നുള്ളതാണോ? അല്ല, ഇദ്ദേഹത്തിന് എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിനെ നയിക്കാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഒന്നുമില്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അത് ഒരു വൈകാതെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തിനും അറിയാം എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രശ്നം കണ്ണൂർ ജയിക്കുമെന്നുള്ളതായിരിക്കും. അദ്ദേഹം എങ്ങാനും ജയിച്ചില്ലെങ്കിൽ, അദ്ദേഹം ജയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്, പക്ഷേ തെരഞ്ഞെടുപ്പാണല്ലോ, അദ്ദേഹം ഒരു വേള തോറ്റുപോയാൽ അപ്പോൾ അദ്ദേഹത്തിന് 2 സ്ഥാനവുമില്ലാത്ത അവസ്ഥ വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചോദ്യം അവിടെയുണ്ട്. അപ്പോൾ അത് എങ്ങനെ കോൺഗ്രസ് പരിഹരിക്കും അങ്ങനെ വന്നാൽ എന്നുള്ള കാര്യം ഒരു സംശയത്തിന് ഇട നൽകുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അദ്ദേഹം ജയിക്കുകയാണെന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ ഒരു 3 മാസത്തിൽ കൂടുതൽ അദ്ദേഹം ഈ പദവിയിൽ ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുശേഷം ഒരു പുതിയ അധ്യക്ഷൻ വരികയും പുനഃസംഘടനയുടെ ഭാഗമായിട്ട് വരികയും ഒക്കെ ചെയ്യുമായിരിക്കും. ഇപ്പോൾ ഈ ജംബോ കമ്മിറ്റിയൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതങ്ങനെ തുടരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു പുനഃസംഘടന വരികയും പുതിയ അധ്യക്ഷൻ വരികയും ആ അധ്യക്ഷന്റെ കീഴിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും, കാരണം ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിച്ചില്ലെങ്കിൽ ഇവിടെ മുസ്ലിം ലീഗ്, ഇപ്പോൾ ഈ UDF-ന്റെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗ്
അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർ ആദ്യം നോക്കും. അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും തോറ്റാൽ അവർക്ക് വീണ്ടും വിചാരമുണ്ടാകും. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി തോറ്റാൽ ലീഗ് LDFിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാകും. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാര്യമായിട്ട് എടുക്കേണ്ടി വരും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരിക്കും 2026 തെരഞ്ഞെടുപ്പിൻ്റെ മുൻപുള്ള ഒരു കൃത്യമായ സൂചന. അതുകൊണ്ട് തന്നെ ഈ സുധാകരനെ വെച്ചുകൊണ്ട് ഒരു 3 മാസത്തിൽ കൂടുതൽ മുൻപോട്ട് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ആനന്ദ് കൊച്ചുകുടി, ശ്രീ സുരേഷ് ബാബു, ശ്രീ N. ശ്രീകുമാർ. പ്രൈം ഡിബേറ്റിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: KPCCയിൽ കണ്ടത് സുധാകരന്റെ വിജയമോ? അതേ എന്ന് 80% പ്രേക്ഷകർ, അല്ല എന്ന് 14%, നിഷ്പക്ഷം 6%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. Prime Debate.